മുഹമ്മദ് റഫി, താങ്കളൊരു സിനിമാ നിരൂപകനാണ്. രഞ്ജിത്ത് എന്ന സംവിധായകനെ, തിരക്കഥാകൃത്തിനെ, നിർമ്മാതാവിനെ ഒക്കെ വിമർശിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കൾക്ക് പറയാനും സാധിക്കും. പക്ഷേ നമുക്ക് അതിലേക്ക് ഇപ്പോൾ പോകാൻ സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ച വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നടത്താം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്നാണ് ചില അംഗങ്ങൾ പറയുന്നത്. പലപ്പോഴും ഇത് പറഞ്ഞു കേട്ട പേരുകളിൽ പലരും അത് തുറന്നു പറയാൻ തയ്യാറാകുന്നുമില്ല. ഏത് രൂപത്തിൽ ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നല്ല ഭംഗിയായി നടന്നു എന്നാണ് നമുക്ക് പുറമേക്ക് കാണാനാകുന്നത്. അത് അപ്പോൾ ആര് ചെയ്തതാണ്? ഈ ഒറ്റയ്ക്ക് തീരുമാനിച്ച് നടപ്പാക്കുന്നതാണെങ്കിൽ അത് ഭംഗിയായി പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ ഈ 15-ൽ 9 അംഗങ്ങൾ മാറി ഒരു യോഗം ചേരുമ്പോൾ അവിടെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി എന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? അപ്പോൾ രഞ്ജിത്തിനെ കുറിച്ച് സംസാരിക്കാതെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു മന്ത്രിസഭ അവിശ്വാസം രേഖപ്പെടുത്തിയാൽ അത് മുഖ്യമന്ത്രിയോ അതേപോലെ പ്രധാനമന്ത്രിയോ ഒക്കെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ സ്ഥാനം ഒഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു യുക്തി വെച്ച് നോക്കുമ്പം അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾ, അതായത് ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെ അവിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ അദ്ദേഹം അടുത്ത നിമിഷം ആ സ്ഥാനം ഒഴിയുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ മര്യാദ. ഇപ്പം നമ്മുടെ രാജ്യം ജനാധിപത്യ സിസ്റ്റത്തിലുള്ളതാണ്, നമ്മുടെ സംസ്ഥാന ജനാധിപത്യ സിസ്റ്റത്തിലുള്ളതാണ്. അതേപോലെ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഭരണ സ്ഥാപനങ്ങളും അക്കാഡമിക് സ്ഥാപനങ്ങളും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തീർച്ചയായിട്ടും ആ ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു മൂല്യം, ആ മൂല്യത്തെ ബലി കഴിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് കൗൺസിൽ അദ്ദേഹത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിയണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിലായിട്ട്, ഇപ്പം ചലച്ചിത്ര ഉത്സവം ഈ വർഷത്തെ IFFK ഞാൻ പോയിരുന്നു, ഇന്നലെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിൻ്റെ പകുതി ആളുകൾ പോലും അവിടെയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ തവണയാണ് അദ്ദേഹം ഈ കാണികളായിട്ടുള്ള ഡെലിഗേറ്റ്സുകളെ പരോക്ഷമായിട്ട് പട്ടികൾ എന്നൊക്കെയുള്ള രീതിയിൽ അധിക്ഷേപിച്ചത്. അതായത് അത് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കൂവിയപ്പം വയനാട്ടിലൊരു വീടുണ്ട്, ആ വീട്ടിൽ ചെന്നപ്പം പട്ടി കുരച്ചു, അതിൻ്റെ യജമാനൻ ഞാനാണെന്ന് അറിയില്ല. ആ രീതിയിൽ വരെ അധിക്ഷേപം അദ്ദേഹം ഈ ഒരു പബ്ലിക് ഡൊമൈനിൽ പബ്ലിക്കിനെ, കാണികളെ മുഴുവൻ അധിക്ഷേപിച്ചിട്ടും അതിനുശേഷം കോഴിക്കോട് നടന്ന ചലച്ചിത്രോത്സവത്തിൽ പിന്നെ ഒരു സംവിധായകയുമായുണ്ടായ ഇഷ്യൂ നമുക്കറിയാം. അതിനുശേഷം എത്രയോ തവണ അദ്ദേഹം പിന്നെ ചില സംവിധായകരോടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ തൻ്റെ താല്പര്യക്കുറവ് ഉപയോഗപ്പെടുത്തി തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സിനിമ പുറന്തള്ളുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പരസ്യമായിട്ട്, അതേപോലെ തെളിവ് സഹിതം വിനയനെ പോലുള്ള സംവിധായകരൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ, പ്രത്യേകിച്ചും ഇടതുപക്ഷമാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ബലി കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് ഇടപെടലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു വലതുപക്ഷ താല്പര്യത്തോട് ഇപ്പം അദ്ദേഹം പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്, സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ പ്രതിഭാശാലിയായ ഒരു സംവിധായകനാണ് രഞ്ജിത്ത്. പ്രാഞ്ചിയേട്ടൻ പോലെയൊക്കെയുള്ള കലാമൂല്യവും അതേപോലെ സറ്റയർ മൂല്യവും ഒക്കെയുള്ള സിനിമകൾ, അദ്ദേഹം എഴുതിയ തിരക്കഥകൾ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തുടങ്ങിയ സിനിമകൾക്ക് അദ്ദേഹം എഴുതിയ തിരക്കഥകൾ, നല്ല പ്രതിഭാശാലിയായ ഒരു പിന്നെ നമ്മളെയൊക്കെ ആനന്ദിപ്പിച്ച, നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച സിനിമകളെടുത്ത പ്രതിഭാശാലിയായ ഒരു സംവിധായകനാണ് രഞ്ജിത്ത്. എന്നാൽ എനിക്ക് തോന്നുന്നു സമൂഹത്തെ സിനിമ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെ തൻ്റെ തന്നെ കഥാപാത്രങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ട്, ഒരുപക്ഷെ നീലകണ്ഠനെ പോലെയൊക്കെയുള്ള മംഗലശ്ശേരി നീലകണ്ഠനെ പോലെയൊക്കെയുള്ള പിന്നെ കഥാപാത്രങ്ങളുടെ ഒരു ഹാലൂസിനേഷനിൽ എന്ന വണ്ണമാണ് രഞ്ജിത്തിൻ്റെ പല ഇടപെടലും, പബ്ലിക്കിലോട്ടുള്ള ഇടപെടലും അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിനോട് സ്നേഹമുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബാധ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വല്ല ഉപദേശമോ ചികിത്സയോ മറ്റോ, ഇതിന് സൈക്കാട്രിയിൽ ഈ ബാധ കയറലിന് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ മൂല്യങ്ങൾ അദ്ദേഹം പിന്നെ സൂക്ഷിക്കുന്നില്ല.
അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങൾ സർക്കാർ അത് സൂക്ഷിക്കുന്നില്ല. ഈ ഒരു ആഗ്രഹിക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ ചോദ്യം ഇപ്പോൾ കൂടി നേരത്തെ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ സിനിമ സർക്കാർ അത് സമൂഹത്തെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സ്വാധീനിക്കുന്നുണ്ടോ ചോദ്യം കൂടിയുണ്ട്. ശ്രീ മുഹമ്മദ് റഫി, ഇന്നിപ്പോൾ എം വി ഗോവിന്ദന്റെ പ്രതികരണം കണ്ടതാണ്. അത് അവിടെ പരിഹരിച്ചുകൊള്ളും എന്നാണ് പറഞ്ഞത്. ആ പരിഹാരം ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെയും വിവാദമുണ്ടായ ഘട്ടത്തിൽ കണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.